മൂത്ത വമ്പന്റെ മോൻ വൈശാഖനും ഇളയ വമ്പൻ പ്രസാദും രണ്ടും തല തെറിച്ചതാ. ഇനി ഒരുത്തനൂടെ ഉണ്ട്, കൃഷ്ണൻ. ദേവും ഉള്ളോണ്ടാ യുവമാര് പിന്നെയും ഒന്ന് അടങ്ങി നിൽക്കുന്നേ. ദേവുമേ ഊരിന്റെ മറ്റൊരു മുഖ സാറേ. അവരുടെ അത്രയും ഭംഗിയുള്ള ഒരു പെണ്ണിനെ ഈ നാട് കണ്ടിട്ടില്ല. മുമ്പും കുറെ ദേവിമാരുണ്ടായിരുന്നു, പക്ഷെ ഇവരുടെ അത്രയും ഭംഗിയുള്ള ഒരാളും ഇതേവരെ ദേവിയായിട്ടില്ല. അതുകൊണ്ടാ മൂത്ത വമ്പൻ ദേവുമ്മയെ പ്രേമിച്ച് കല്യാണം കഴിച്ചേ. ദേവിയായിരിക്കുമ്പോ കീഴ്ജാതിയെ കെട്ടാൻ പാടില്ലെന്നാ. എന്നാലും അതൊന്നും അവര് നോക്കിയില്ല. ഇതില് വേറൊന്നൂടെ ഉണ്ട്. അവൻ ആദ്യം കക്കാൻ ഇറങ്ങുന്നത് വമ്പന്മാരുടെ പെലയിലാ. അവൻ കക്കാൻ ഇറങ്ങിയിട്ടുണ്ടോ എങ്കിൽ ദേവമ്മയുടെ കയ്യിൽ പുതിയ പാട് കാണാം. ദേവമ്മയെ തൊട്ടിട്ട് അവൻ നാട്ടിൽ വേറെ ഏതു പെണ്ണിൻ്റെയും അടുത്തെത്തും. ഇതാണേലും ദേവമ്മയെ കാണാൻ ഊര് മൊത്തം ഒരുങ്ങി അങ്ങ് നിൽക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ദേവിയില്ലേലും അവര് പറയുന്നതാ ഇവിടെ അവസാന വാക്ക്. അവരാ ഈ നാടിന്റെ എല്ലാം. തമ്പ്രാട്ടിക്ക് ഊരാകെ കുനിഞ്ഞല്ലോ, ആ നേരം 7:30 പുലരും മുന്നേ പള്ളത്താറ് നിറഞ്ഞല്ലോ. ഉറങ്ങിക്കിടക്കുന്ന പെണ്ണിന്റെ അടുത്താണ് അവൻ ആദ്യം കക്കാനെത്തുന്നത്. കയ്യിൽ തേളിന്റെ വിഷം കാണും. വിഷം പുരട്ടിയ പുല്ല് പെണ്ണിന്റെ കയ്യിൽ ചേർത്ത് വരയ്ക്കും. വിഷം പൊടിയുന്ന ചോരയ്ക്ക് കറുപ്പ് നിറമാകും. നീറ്റൽ കൊണ്ട് പെണ്ണ് എഴുന്നേൽക്കാൻ നോക്കും. അപ്പോഴേക്കും ബോധം പോയിട്ടുണ്ടാകും. ആ കയ്യിൽ തന്നെ അവൻ ഒരു വര കൂടി വരയ്ക്കും. പൊടിഞ്ഞു തുടങ്ങുന്ന ചോര അവൻ പതുക്കെ നുണയും. പിന്നെ ആ പെണ്ണ് അവൻ്റെ വെറി തീരും വരെ ഒരു പാവയെ പോലെ കിടക്കും. ദേവുമ്മയും. ഇതേ മാടന്മാരുടെ പുല്ലാ സാറേ. നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് വരെ ഇതിലൂടെ പോവാൻ പേടിയാ. മാടന്മാരെ ഇതിലോട്ട് കയറും, അവരെ മാത്രം തൊടൂല എന്നാ വിശ്വാസം. ഇടയ്ക്ക് ചിക്കലും മൂളലും ഒക്കെ കേൾക്കാം. പുല്ലിന് നടുക്കിന്ന് കെട്ട വെട്ടവും പുകയും കാണാം. തിരിഞ്ഞു നോക്കാതെ നടന്നോണം. അറിയാതെ ഉള്ളിൽ കയറിയ വഴി തെറ്റും. പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ശവം പോലും കിട്ടത്തില്ല.